raw rustic film. പക്ഷേ അവർ രണ്ട് ടൈപ്സ് ഓഫ് മൂവീസ് ചെയ്യും. എന്ത് രീതിയിൽ ഒരു സേതുപതി പോലെ ഒരു ഭയങ്കര കമേഴ്ഷ്യലായിട്ട് ചെയ്യും. പിന്നെ ചിത്ത പോലെ, ചിത്ത നിങ്ങളെല്ലാം കണ്ടിരിക്കും. ഒരു വെരി സീരിയസ്, വെരി ഡീപ്പ്, വെരി മൂവിങ്, ഹാർട്ട് ഫെൽ, സെൻസിറ്റീവ് ടോപ്പിക് ഉള്ള ഒരു ചിത്രവും ചെയ്യാൻ പറ്റും. ഹീസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡയറക്ടർ. സോ അവർ ഈ പടത്തിൽ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു റോ റസ്റ്റിക് ഫീൽ, അതിൽ വളരെ മാസമായിട്ട് ഒരു വി ഹവ് ട്രൈഡ് ചെറുതായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഗ്രാമർ ഇതൊന്നും ഇല്ലാത്ത ലൈക്ക് ഓപ്പണിങ്ങും ഒരു ഹീറോ ഇൻട്രഡക്ഷൻ സോങ്സ്, ഈ ഫസ്റ്റ് സോങ്, പിന്നെ സീന്, പിന്നെ ഫൈറ്റ് സീക്വൻസ്, പിന്നെ ഇൻ്റർവൽ ബ്ലോക്ക്, പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ക്ലൈമാക്സ്, അങ്ങനെയല്ലാത്ത ഇതൊരു മാറ്റി വേറെ ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അത് ഞങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ. സോ എനിവൺ തിയേറ്റർക്ക് വരുമ്പോൾ എക്സ്പെക്ട് സംതിങ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഡെഫിനറ്റ് ആയിട്ട് ഐ എം ഷുവർ ഞങ്ങൾ ഇറ്റ് ഇംപ്രസ്ഡ് ഓൾ ഓഫ് us when you're working. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു എന്നാ വിചാരിക്കുന്നു. ഈ പടത്തിൽ നോർമലായിട്ട് എല്ലാവരും പെർഫോമേഴ്സ് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഹീ പുട്ട് എ ടീം ടുഗെദർ. എല്ലാവരും ഈ പടത്തിൽ എല്ലാം ചെറിയ എന്നോട് മോളിലിருந்து എല്ലാം SG Surya sir വரைக்கும் എല്ലാവരും ഗ്രേറ്റ് പെർഫോമേഴ്സ്. ബട്ട് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ എന്തിനാ പെർഫോമേഴ്സിന് ചോദിച്ചാൽ ഇത് ഒவ்வொரு സീനിലും വളരെ മൈന്യൂട്ട് സട്ടിലായിട്ട് ചില വിഷയങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡയറക്ടർ. ആൻഡ് അത് പടം കാണുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി. ഞാൻ ചെന്നൈയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരു മലയാളം പടം കാണുമ്പോൾ ഒരു ഒരു ബ്രീതിങ് സ്പേസ്, ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മൾ തമിഴ് ഒരു ചിന്ന ബ്രീതിങ് സ്പേസ് ഉണ്ടാകും. ഒരു ഡയലോഗും മറ്റു ഡയലോഗും അടുത്ത് നോർമലായിട്ട് അത് തമിഴിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് இருக்கும். ഇതിൽ കുറേ ബ്രീതിങ് സ്പേസ് തന്നിട്ട് എക്സ്പ്രഷൻസ്ക്ക് വേണ്ടിയും ഇമോഷൻക്ക് വേണ്ടിയും ഫൈറ്റ്സ്, സോങ്, സീൻസ് എല്ലാത്തിലും ഇന്റർവ്യൂ ബ്ലോക്ക്, ക്ലൈമാക്സ് എല്ലാത്തിലും ഒരു ഇമോഷണൽ കോണ്ടന്റ് ഉണ്ട് ഈ പടത്തിൽ. ഇതിൽ ഐ ഹാഡ് ദ പ്ലെഷർ ഓഫ് വർക്കിംഗ് വിത്ത് SJ. ഐ എം ഹ്യൂജ് ഫാൻ. അവർ സംവിധായകനായിട്ട് ഉണ്ടാകുമ്പോൾ എനിക്ക് ഖുഷി, വാലി എല്ലാം ഞാൻ കണ്ടിട്ട് ഞാൻ എത്തിപ്പോയി. അങ്ങനെ ഒരു ഡയറക്ടർ അഭിനയിച്ച് നല്ല നടനായി മാറി. പിന്നെ ഇതാണ് ആദ്യത്തെ പ്രാവശ്യം അവരോട് ഞാൻ അഭിനയിക്കുന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ്, ഒരു വയലൻറ്റ് അങ്ങനെ ഒരു ഫിലിമിൽ ഒരു പെണ്ണിക്ക് സ്ഥലമുണ്ടോയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പടം കാണുമ്പോൾ കുറച്ച് ഷോക്ക്, മൈലീഷ് സർപ്രൈസ് ആൻഡ് ഷോക്ക് കിട്ടും. ബിക്കോസ് ഇതിൽ അവർക്കൊരു വലിയ വളരെ സ്ട്രോങ് ക്യാരക്ടർ. ചിത്ത എപ്പോഴും അവരുടെ ഫിലിംസിൽ ലേഡീസ്, വിമൻ ക്യാരക്ടർക്ക് ഒരു വളരെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു ഡെപ്ത് ഉണ്ടാവും. എല്ലാവർക്കും സുരാജിന് പറയുമ്പോൾ യു ഓൾ നോ ഹിം. അവർ മൾട്ടി ടാലന്റഡ്, മൾട്ടി ഫാസറ്റഡ്. സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു വാക്ക് മനസ്സിലാത്ത ഓക്കേന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അവർ ഷൂട്ടിങ്ങിലാണ് കുറച്ച് മെല്ലെ മനസ്സിലായി. സോ അങ്ങനെ കൊണ്ടാണ് ആള് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് തമിഴില് ഫുൾ ഡയലോഗ്സും ഫുൾ കോമഡി ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളെല്ലാം ഓഡിയൻസാണ് മാറി. അവർ ആദ്യത്തെ സീൻ ഒരു 16 minutes ഷോർട്ടാണ്, ഫുൾ ഡയലോഗ്സ് അയാളാണ്. ബട്ട് ഹി ഡിഡ് ഇറ്റ് സോ വെൽ. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വളരെ ഭയങ്കര ഡെപ്ത് കൊണ്ടുവന്നു ഈ ക്യാരക്ടറിൽ. ഇറ്റ്സ് നോട്ട് ഒരു നോർമലായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ അങ്ങനെയില്ല. ഇയാൾക്കും ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കറിയില്ല. ഐ തിങ്ക് വി ആർ ഓൾ ഗ്രേ. ഇവർ മാത്രം ഫാമിലി, ലവ്, ഹസ്ബൻഡ്, അത് ഭർത്ത, അതൊക്കെ മാത്രം ഇവർ മാത്രം ടോട്ടലി പ്യുവർ. ഞങ്ങളെല്ലാവരും വി മേ ബി ഗ്രേ, പക്ഷേ ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എനിക്കൊരു ആവശ്യമുണ്ട്, ഇവർക്കൊരു ആവശ്യമുണ്ട്, അവർക്കൊരു ആവശ്യമുണ്ട്. സോ അതാണ് സ്റ്റോറി. പാൻ ഇന്ത്യ സിനിമ കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു മിന്നൽ മുരളി പാൻ ഇന്ത്യയിൽ വന്നു, ബട്ട് ഒരു OTT പ്രോഡക്റ്റാണ് വന്നു അല്ലേ. പക്ഷേ ഒരു KGF, ഒരു ചെറിയ ഇൻഡസ്ട്രിയിലിருந்து KGF വന്നു, പിന്നെ കാന്താര വന്നു, ബാഹുബലി വന്നു, തെലുഗുല് ബാഹുബലി, RRR മറ്റതെല്ലാം വന്നു. തമിഴിൽ വി ഹാവ് എ സ്റ്റിൽ വർക്കിംഗ് ആണ്. മലയാള സിനിമയിലെ ചെറിയ പടങ്ങൾ ചെയ്തിട്ട് നല്ല കോണ്ടന്റ് ബേസ്ഡുള്ള പടം ചെയ്യുമ്പോൾ ഇപ്പോൾ എംപുരാൻ ഇസ് കമ്മിങ്, വിച്ച് ഇസ് എ പാൻ ഇന്ത്യ ഫിലിം. ഐ എം ഷുവർ അത് ഒരു I wanted to be a big film because I know every Malayali wants that film to be a huge film. And Adila Laletan, I'm a huge fan of Admatram Garilla. Prithvi is also a very good friend. I hope it's the first pan India huge film that creates records for Malayalam cinema and really puts it out there. So our padathoda nangal padamum vernu. It's a nice, feel good, emotional, different type of a film. Rendu padamum otru devasathil vernu. So I'm just hoping that Malayalis have always liked content-based films.
So rendu padangalum will be received very well, and I'd like to thank you all in advance. Ningalude wishes, ningalude blessings, and I love you all. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വീര ധീര ശൂരൻ എന്ന ഈ സിനിമയോടുണ്ട്. കാരണം അത്രയും വലിയ ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽക്കമിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും. അരുൺകുമാർ സർ, വിക്രം സർ, എസ് ജെ സൂര്യ സർ, തുഷാര മാം, എല്ലാവരും, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ HR ഫിലിംസ് റിയ ഷിബു, അവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എനിക്ക് മലയാളം പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയില്ല. എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ട് ഒരു കുത്ത് ഡയലോഗ്. ഞാൻ ചോദിച്ചു, സിനിമ ഫുള്ളേ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ സാർ ഇത് എൻ്റെ ഫുള്ള സിനിമയാണോ? ഇല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച്, അത് എനിക്ക് മാത്രമേ അറിയൂ ആ കഷ്ടപ്പാട്. എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും, സാറായാലും. അതിന് ഞാൻ എന്തെങ്കിലും തമിഴ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അരുൺ സാറിനാണ്. എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. വിക്രം സാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികളുടെ ഒരു സ്വത്താണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് പിടിച്ചു പറ്റിയ ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാത്തിനും താങ്ക്സ് ഗോഡ്. ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട്, വീര ധീര ശൂരൻ കാണാൻ വരും, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം. എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല. സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോ ഇൻട്രോഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത്. ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ്, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും. അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട്, കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട്. സുരാജ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഫാന്റാസ്റ്റിക് ഓൾറൗണ്ടർ. മാനാട് എന്ന ചിത്രത്തിലെ അതില് മഹേന്ദ്ര സാറ് ഫോണിൽ ഇവരോട് സംസാരിക്കുന്ന ഒരു സീനാണ്. டேய் அவனை போட்டு அதுக்கப்புறம் நான் உன்னை கழுத்தறுத்துறேன்டா. தலைவரே 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 அவனை எதுவும் பண்ணாத தலைவரே. ഇരവി പടം, അതിൽ വളരെ സട്ടിലായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. സാർ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു സിംഗിൾ ഷോട്ട്, അത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഫുള്ള് പറയുന്നില്ല, ശകലം. പൊറുത്തുക്കരുതുക്കും സലിച്ചിക്കരുതുക്കും ഞാൻ എന്ന പൊമ്പളയാ ആമ്പിള മാമ ആൺ നടി പെൺ ആൺ. எவ்வளவோ கேவலமான பெருமைங்க. இது தமிழ்நாட்டில் பண்ணாரு, தெலுங்குலயும் பண்ணாரு, இங்க பண்ணும்போது பெஸ்ட். அது இஸ் பெஸ்ட். எத்தனையோ பேர் என்ன மிமிக்ரி பண்ணியிருக்காங்க. சூப்பர் சார், யுவர் கிரேட் சார், சூப்பர் சார். டைரக்ஷன் ரொம்ப டஃப்பான ஜாபுங்க. அதான் நான் சொன்னேன், இப்போ ஆக்டிங் தான் அவங்களோட பேஷன். ஒரு எஸ் ஜே சூர்யா ஆக்டர் ஆக்குறதுக்கு தான் இந்த டைரக்டர் எஸ் ஜே சூர்யாவே ரெடி பண்ணேன். எப்படின்னு சொல்றேன் கேளுங்க. இப்போ ஒரு நடிக்கணும் அப்படின்னா இல்லை, ஒரு நடிகனுக்கு உண்டான டாஸ்க் எல்லாம் என்னென்ன அப்படின்னா, அவன் கரெக்டாக சாப்பிடணும், கரெக்டாக தூங்கணும், கரெக்டாக எக்ஸசைஸ் பண்ணணும், ஜூஸ் குடிக்கணும், கொடை பிடிப்பாங்க, மைண்டே ஹார்ட்டே ஃபிட்டாக வச்சுக்கணும். இவ்வளோ அவன் பண்ணுற எல்லா ஹார்ட் ஒர்க்கும் அவனை நல்லா பார்த்துக்கணும். இப்போ டைரக்டருக்குள்ளான டாஸ்க், இப்போ டைரக்டருக்குள்ளான டாஸ்க் பாருங்க. வர ஆக்டர் நல்லபடியாக பார்த்துக்கணும், அவங்களுக்கு டென்ஷன் வராமல் பார்த்துக்கணும், அவங்களுக்கு கரெக்டாக கதை சொல்லணும், பிடிக்கிற மாதிரி கதை சொல்லிடணும். அவங்க என்னென்ன மூட்லேயோ வருவாங்க, அவங்க முதல்ல நம்ம மூடுக்கு எடுத்துகிட்டு வந்து நம்ம சீனை கரெக்டாக நடிக்க வைக்கிற மாதிரி பண்ணணும். சாப்பாடு இருந்தால் பரவாயில்ல, லஞ்சுனா ஸ்கிப் பண்ணிக்கலாம், தூக்கம் பரவாயில்ல, எடிட்டிங் இன்னைக்கே முடிச்சு அனுப்பணும். இவ்வளோத்தையும் பண்ணி இவ்வளோ கஷ்டப்படணும். அவங்க கஷ்டம் பூரா அடுத்தவனை நல்லா வச்சுக்கிறதுக்கு, இவன் கஷ்டம் பூரா அவனும் நல்லா வச்சுக்கிறதுக்கு. ஜோக்ஸ் அப்பார்ட்.
கஷ்டப்பட வேண்டியது. ஒரு மனுஷன் எவ்வளவுதான் அது இது நெஞ்சம் பரப்பதில்லை. ஒரு மனுஷன் எவ்வளவுதான் கஷ்டப்படுறது சாக்கடையில போறது அப்படியே அதுல வந்து சார் ஜோக்ஸ் அப்பார்ட் டைரக்ஷன் இஸ் a big responsibility. அது பார்க்கலாம் எப்படி ஒரு அமைஞ்சதுன்னா